ഹലോ, നമസ്കാരം. അപ്പോൾ 2 മാസത്തെ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും ഒരു യാത്രാവിശേഷവുമായിട്ട് എത്തിയിരിക്കുകയാണ്. ഇത് നമ്മൾ കഴിഞ്ഞ ഓഗസ്റ്റിൽ പോയ ഒരു ചെറിയ 2 ആഴ്ചത്തെ ട്രിപ്പായിരുന്നു. അസർബൈജാനും പിന്നെ ജോർജിയയും, ഈ 2 സ്ഥലങ്ങളാണ് കവർ ചെയ്തത്. ഒരു 4 ദിവസം അസർബൈജാനിലും പിന്നെ ഒരു 10 ദിവസം ജോർജിയയിലും, അങ്ങനെയായിരുന്നു പ്ലാൻ. ഇതാദ്യം പ്ലാൻ ചെയ്തത് ജോർജിയയും അർമേനിയയും കൂടിയായിരുന്നു. പക്ഷെ അർമേനിയയിൽ വിസ കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. ജോർജിയ ഒക്കെ ഈസി ആയിട്ട് നമുക്ക് ഈ വിസ കിട്ടിയെങ്കിലും അർമേനിയ വിസ കാര്യം 2 പ്രാവശ്യം അപ്ലൈ ചെയ്തെങ്കിലും അവർ റിജക്ട് ചെയ്തു. പിന്നീടാണ് മനസ്സിലായത് ഈ വിസ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു പ്രോസസ്സിംഗ് അല്ല അവിടെ നിന്നുള്ള ലോക്കൽ ട്രാവൽ ഏജൻസോ അല്ലെങ്കിൽ എന്തെങ്കിലും ബിസിനസ് അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സ് ആരുടെ ഇൻവിറ്റേഷൻ ഒക്കെ അയച്ച് അതിന്റെ ബേസിലാണ് അവർ വിസ ഇഷ്യൂ ചെയ്യുന്നത്. അത് പിന്നെ മനസ്സിലാക്കി വന്നപ്പോഴത്തേക്കും ലേറ്റ് ആവുമെന്ന് കരുതി പിന്നെ അത് ക്യാൻസൽ ചെയ്തു. അതിന് പകരമായിട്ട് ഷോർട്ട് ഗ്യാപ്പിൽ പെട്ടെന്ന് അറേഞ്ച് ചെയ്തതാണ് ഈ അസർബൈജാൻ വിസ. അതിന്റെ വിസ പ്രോസസ്സ് വളരെ സ്മൂത്ത് ആയിരുന്നു. കാരണം അപ്ലൈ ചെയ്തിട്ട് 3 ദിവസം കൊണ്ട് തന്നെ വിസയൊക്കെ കിട്ടി. വളരെ സ്മൂത്ത് ആയിരുന്നു. അപ്പോൾ ചെന്നൈയിൽ നിന്ന് 4-ാം തീയതിയാണ് യാത്ര തുടങ്ങിയത്. ഏർലി മോർണിംഗ് ഒരു 5 മണിക്കുള്ള ഫ്ലൈറ്റ് ആയിരുന്നു, എയർ അറേബ്യയുടെ ഫ്ലൈറ്റ്. അത് നേരെ ഷാർജയിൽ ചെന്നിട്ട് പിന്നെ അസർബൈജാന്റെ ക്യാപിറ്റലായ ബാക്കുവിലേക്ക് അവിടെ നിന്ന് ഒരു കണക്ഷൻ ഫ്ലൈറ്റ്. ചെന്നൈയിൽ കുഴപ്പമില്ലായിരുന്നു, ധാരാളം സമയം ഉണ്ടായിരുന്നു എയർപോർട്ടിൽ നേരത്തെ വന്നുകൊണ്ട്. പക്ഷേ നമുക്ക് ഷാർജയിൽ ജസ്റ്റ് 1 hour ഉള്ളൂ. ഫ്ലൈറ്റ് കുറച്ച് ഡിലേ ആയതുകൊണ്ട് ഓൾമോസ്റ്റ് ഒരു 45 മിനിറ്റ്സിന്റെ ഗ്യാപ്പേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് കുറച്ചൊരു ഹറിബറി ആയിപ്പോയി ഷാർജയിൽ ഫ്ലൈറ്റ് പിടിക്കാൻ. അതുകൊണ്ട് ഷാർജ എയർപോർട്ടിനകത്തോടുള്ള കാഴ്ചകളൊന്നും അങ്ങനെ എടുത്തില്ല. എന്തായാലും വലിയ ബുദ്ധിമുട്ടില്ലാതെ എയർ അറേബ്യയുടെ ഫ്ലൈറ്റ് വന്ന് ഷാർജ നമ്മൾ കയറി. എയർ അറേബ്യയുടെ ആയിരുന്നു ഫ്ലൈറ്റ്. എയർ അറേബ്യയുടെ കണക്ഷൻ ഫ്ലൈറ്റ് ആണ്. അപ്പം ചെന്നൈ ടു ബാക്കുവാണ് എടുത്തിരുന്നത്. ചെന്നൈ ടു ഷാർജ ഒരു 3-3.5 മണിക്കൂർ. അത് കഴിഞ്ഞ് വീണ്ടും ഒരു 3 മണിക്കൂറോളമാണ് ഷാർജ ടു ബാക്കു. രാത്രി മുഴുവൻ ഉറക്കം നഷ്ടപ്പെട്ടുകൊണ്ട് മാക്സിമം ഫ്ലൈറ്റിൽ ഉറങ്ങാമെന്നൊക്കെ വിചാരിച്ചു. പക്ഷേ കാര്യമായ ഉറക്കമൊന്നും നടന്നില്ല. അങ്ങനെ നമ്മൾ ബാക്കു എയർപോർട്ടിലെത്തി. എത്തിയപ്പോഴത്തേക്ക് ഓൾമോസ്റ്റ് അവിടുത്തെ സമയം ഒരു 11:30 കഴിഞ്ഞായിരുന്നു. ബാക്കുവിലെത്തിയപ്പോഴത്തേക്ക് ഓൾമോസ്റ്റ് 11:30 കഴിഞ്ഞു. നമ്മുടെ ഇന്ത്യൻ ടൈം തൊട്ട് 1.5 മണിക്കൂർ വ്യത്യാസം. സെയിം ഷാർജ UAE പോലെ തന്നെ ഉള്ള സെയിം ടൈം സോൺ ആണ് ഈ അസർബൈജാനിലും ജോർജിയയിലും ഒക്കെ. 1.5 മണിക്കൂർ പുറകോട്ടാണ്. അപ്പോൾ ബാക്കു എയർപോർട്ടിന്റെ സീനാണിത്. നല്ലൊരു വലിയ വലിപ്പമൊന്നുമില്ല, ചെറിയ എയർപോർട്ട്, പക്ഷേ നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. ഏതായാലും ബസ് എടുക്കാമെന്ന് വിചാരിച്ചു. ഇവിടുന്ന് AC ബസ് ഷട്ടിൽ സർവീസ് എപ്പോഴും ഒരു 15-20 മിനിറ്റ് ഗ്യാപ്പിൽ സിറ്റിയിലേക്ക് കൊണ്ടുവന്ന് വായിച്ചിരുന്ന നല്ല പഴയ സ്റ്റൈല് ടാക്സികൾ കിടക്കുന്ന ഒരു ടാക്സി ഇവിടുത്തെ പഴയ സ്റ്റൈലാണ്. അതുകൊണ്ട് എയർപോർട്ട് ബസ്സിൽ തന്നെ പോകാമെന്ന് വിചാരിച്ചു. നല്ല ബസ്സാണ്. പക്ഷേ നമുക്ക് ബസ്സിൽ ഡയറക്റ്റ് കയറി ടിക്കറ്റ് എടുക്കാൻ പറ്റില്ല. അവിടെ ബാക്കുവിൽ തന്നെ എയർപോർട്ടിന്റെ ഭാഗത്തൊക്കെ തന്നെ ബാക്കി കാർഡ് എന്നും പറഞ്ഞൊരു കാർഡ് എടുക്കണം. അതുകൊണ്ടെങ്കിൽ അവിടുത്തെ ഏത് ബസ്സിൽ വേണമെങ്കിലും കയറാം. അപ്പം അതുകൊണ്ട് അവിടെ പോയി ഒരു 10 മന്നത്ത് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ ഒരു 500 രൂപ ഇന്ത്യൻ റുപ്പി, ഒരു ആവറേജ് ഒരു 50 മന്നത്താണ് അവിടെ. അപ്പോൾ 10 മന്നത്തിനൊരു കാർഡൊക്കെ എടുത്തു. ആ കാർഡ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ബസ്സിനകത്ത് ടാപ്പ് ചെയ്താൽ മതി. അപ്പോൾ അവിടുന്ന് സിറ്റിയിലേക്ക് ഏതാണ്ട് ഒരു 3 മന്നത്തോ മറ്റോ ആണ് ചാർജ് ചെയ്യുന്നത്. പ്രൈവറ്റ് ടാക്സി ഒക്കെ വെച്ച് നോക്കുമ്പോൾ നല്ല അഡ്വാൻറ്റേജ് ആണ്. കംഫർട്ടബിൾ ആയിട്ട് AC ബസ്സിൽ പോവാം. അപ്പോൾ ഇതാണ് ബസ്സിന്റെ അകം. ഇതാണ് നമ്മുടെ ഡ്രൈവർ. വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള സിറ്റി ഷട്ടിൽ സർവീസാണ്. അപ്പം നമ്മൾ ഇന്ത്യയിൽ നിന്ന് എത്തിപ്പെടുമ്പോഴത്തേക്ക് പെട്ടെന്ന് നോക്കുമ്പോൾ വലിയ റോഡുകളും എന്നാൽ അതിലൊക്കെ ആളുണ്ടോ അതില്ല. വലിയ കെട്ടിടങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ സമ്മർ ടൈമാണ്. അതുകൊണ്ട് റോഡിലൊന്നും അങ്ങനെ നടക്കുന്ന ആൾക്കാരൊന്നും ഉച്ച സമയത്തൊന്നും അധികം കാണാൻ പറ്റുന്നില്ല. ബസ്സുകളും കാറുകളും ഒക്കെ ചീരിപ്പായുന്നുണ്ട്. അത്യാവശ്യം നല്ലൊരു മോഡേൺ സിറ്റിയാണ്. കാരണം ഒരു പെട്രോളിയം ബേസ്ഡ് എക്കണോമിയാണ് അസർബൈജാനിൽ. അതുകൊണ്ട് നല്ല കാശുണ്ട്. ബാക്കുവിലാണ് അവരുടെ മേജർ ആക്ടിവിറ്റി എല്ലാം ഇരിക്കുന്നത്. കാരണം ആകെ മൊത്തം നോക്കിയാൽ ഒരു 1 crore 10 million പ്ലസ് ഉള്ളു പോപ്പുലേഷൻ. അതിനകത്ത് 30% ബാക്കുവിലാണ് താമസിക്കുന്നത്. ഓൾമോസ്റ്റ് 3 million. അതുകൊണ്ട് മെജോറിറ്റി ആക്ടിവിറ്റിയും ഡെവലപ്മെന്റും എല്ലാം ബാക്കു കേന്ദ്രീകരിച്ചാണ്. അപ്പൊ എന്തായാലും നമ്മൾ ഹോട്ടലിൽ ചെല്ലാൻ കുറച്ച് സമയം എടുത്തു. കാരണം ബസ് ഇറങ്ങി അവിടെ നിന്ന് 2 കിലോമീറ്റർ നടക്കണമായിരുന്നു. അപ്പൊ നമ്മൾ എയർപോർട്ടിൽ നിന്ന് സിം എടുത്തില്ല, പുറത്തിറങ്ങിയിട്ട് എടുക്കാന്ന് വിചാരിച്ചു. കാരണം അതാണ് ചീപ്പ് എന്ന് എല്ലാവരും പറഞ്ഞുകൊണ്ടിരുന്നത്. പിന്നെ ഹോട്ടലിന്റെ അടുത്തേക്ക് നോക്കിയിട്ട് പിന്നെ ടാക്സി പിടിക്കണമെങ്കിൽ ഈ പറഞ്ഞ പോലെ യാൻടെക്സ് ഗോയോ അല്ലെങ്കിൽ ബോൾട്ടോ വല്ലതും എടുക്കണം. അതിനെല്ലാം മൊബൈൽ നമ്പർ വേണം. അതുകൊണ്ട് അത് നടന്നില്ല. ഏതായാലും നല്ല തണലൊക്കെ ഉള്ള സ്ഥലമായിരുന്നു. അതുകൊണ്ട് നമുക്ക് ബാക്ക് പാക്കും ഹെൽമെറ്റും മാത്രമേ കയ്യിലുള്ളൂ. അതുകൊണ്ട് നമ്മളൊരു 1/2 മണിക്കൂറോളം എടുത്തു ബസ് ഇറങ്ങിയിട്ട് ഹോട്ടൽ വരെ എത്താൻ. അപ്പോൾ അതൊക്കെ കാഴ്ചകളൊക്കെ കണ്ടു ചെന്നു. അങ്ങനെ നമ്മൾ ഹോട്ടലിലെത്തി. ഇതാണ് നമ്മുടെ ഹോട്ടൽ. നമ്മൾ ബുക്ക് ചെയ്തൊരു ഹോട്ടൽ. അടുത്ത ഒരു 4 ദിവസം സെയിം ഹോട്ടലിൽ തന്നെ നിൽക്കുകയാണ്. കാരണം നമ്മുടെ ബാക്കുവില് വേറെ അസർബൈജാൻ സിറ്റികളൊന്നും കാണാൻ സമയമില്ല. 4 ദിവസമല്ലേ ഉള്ളതുകൊണ്ട് ബാക്കു ബേസ് ചെയ്തിട്ട് നമുക്ക് ലോക്കൽ കാഴ്ചകളും പിന്നെ 1-2 ദിവസം വേണമെങ്കിൽ നമുക്ക് ഡേ ട്രിപ്പ് പോലെ പാക്കേജ് ടൂർ പോലെ എടുക്കാന്നുള്ള ഐഡിയ ആണ്. 4 ദിവസം ഉള്ളതുകൊണ്ട് അങ്ങനെ നമ്മുടെ സ്ഥിരം പരിപാടിയായ ബൈക്കോ സ്കൂട്ടറോ ഒന്നും ഹയർ ചെയ്യാൻ പോകുന്നില്ല.
കാരണം ഇവിടെ ഒന്നാമത് അതിന് ഓപ്ഷൻ കുറവാണ്. രണ്ടാമത് 4 ദിവസത്തേക്ക് അത് പ്ലാൻ ചെയ്യുന്നതിൽ വലിയ കാര്യമില്ല. നമുക്ക് ജോർജിയ ചെന്നിട്ട് വേണം സ്കൂട്ടറോ അല്ലെങ്കിൽ ബൈക്കോ വല്ലതും എടുക്കാൻ. അവിടെ 10 ദിവസമുണ്ട്. അപ്പോൾ അതാണ് അവിടുത്തെ പ്ലാൻ. അപ്പം നമ്മൾ ഹോട്ടലിലെത്തി. അവിടെ ചെന്നപ്പോഴത്തേക്ക് കറണ്ട് ഇല്ല. അത് ആദ്യമായിട്ട് അതൊരു വലിയ ട്രാജഡി ആയിപ്പോയി. ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് അവർ പറഞ്ഞു ചെക്ക് ഇൻ ചെയ്യാൻ ഇപ്പോൾ ബുദ്ധിമുട്ടാണ്, കാരണം വെള്ളവും കറണ്ടും 1 മണിക്കൂർ കഴിഞ്ഞേ വരുവുള്ളൂ എന്ന് പറഞ്ഞു. കാര്യം 3 സ്റ്റാർ ഹോട്ടൽ എന്നൊക്കെയാണ് ഇട്ടിരുന്നത്. പക്ഷെ ആ ഏരിയയിൽ എന്തോ പവർ പ്രോബ്ലം ആണെന്ന് തോന്നുന്നു. അതുകൊണ്ട് റിസപ്ഷനിൽ ബാഗൊക്കെ വെച്ചിട്ട് പുറത്തേക്ക് ഇറങ്ങി. കാരണം നമുക്ക് 2 കാര്യങ്ങളാണ് മെയിനായിട്ട്. ബാങ്കിൽ പോകണം, കുറച്ച് കറൻസി എക്സ്ചേഞ്ച് ചെയ്യണം, പിന്നെ ഒരു സിം കാർഡ് എടുക്കണം, പിന്നെ ലഞ്ച് കഴിക്കണം. ഇതാണ് 3 പ്രയോറിറ്റിയാണുള്ളത്. ഹോട്ടലുകാരോട് ചോദിച്ചപ്പോൾ അടുത്ത് തന്നെ ബാങ്ക് ഉണ്ട്, 1/2 കിലോമീറ്റർ റേഞ്ചിൽ തന്നെ ഉണ്ട്. അപ്പോൾ 2-3 ബാങ്ക് ഉണ്ട് അവിടെ. ആദ്യത്തെ ബാങ്കിൽ വന്നപ്പോഴത്തേക്ക് അവർക്ക് ബുദ്ധിമുട്ട്, കറൻസി മാറാനുള്ള കൗണ്ടറിൽ ആളില്ല. രണ്ടാമത്തെ ബാങ്കിൽ ആളുണ്ട്, അത്യാവശ്യം ഇംഗ്ലീഷൊക്കെ പറയുന്ന സ്റ്റാഫും ഉണ്ട്. പക്ഷെ ഒരു ഓൾമോസ്റ്റ് ഹാഫ് ആൻ അവർ എടുത്തു. അവരുടെ എന്തോ സിസ്റ്റം അപ്ഗ്രേഡ് ചെയ്യുകയോ മറ്റോ ആയിരുന്നതുകൊണ്ട് പാസ്പോർട്ട് ഡീറ്റെയിൽസ് ഒക്കെ എൻട്രി ചെയ്ത് ക്യാഷ് കിട്ടാൻ ഒരു ഹാഫ് ആൻ അവർ ആയി. അത് കഴിഞ്ഞ് പുറത്തിറങ്ങി നമ്മൾ ബാങ്കിനടുത്ത് തന്നെയുള്ള ഒരു ചെറിയ റെസ്റ്റോറൻറ്റിൽ നിന്ന് ഫുഡ് കഴിച്ചു. അപ്പോൾ അതാണ് അസർബൈജാനിലെ ആദ്യത്തെ ഒരു ഒരു ഫുഡ്. കുഴപ്പമില്ലായിരുന്നു, ടേസ്റ്റി ആയിരുന്നു. ഒരു നോർമൽ ഇടത്തരം റെസ്റ്റോറന്റ്. നമ്മുടെ ബർഗർ, പിസ്സ ടൈപ്പ് അല്ലാതെ അവരുടെ ഒരു സ്റ്റൈലിലുള്ള ഒരു സാൻഡ്വിച്ച് പോലുള്ള സാധനം കിട്ടി. അപ്പൊ അതൊക്കെ കഴിച്ചിട്ട് നമ്മൾ വീണ്ടും തിരിച്ച് ഹോട്ടൽ ലക്ഷ്യമാക്കി പോയി. അപ്പോഴത്തേക്ക് കറണ്ടൊക്കെ വന്നു. അപ്പോൾ നമ്മൾ അവിടെ ചെക്ക് ഇൻ ചെയ്തു. ഒരു ഗുളിയൊക്കെ പാസ്സാക്കി ഡ്രസ്സൊക്കെ മാറി പതുക്കെ പുറത്തേക്ക് തന്നെ ഇറങ്ങാമെന്ന് വിചാരിച്ചു. കാരണം വൈകുന്നേരമായി. അപ്പോഴത്തേക്ക് മണി 4-4:30 ആയി. അപ്പോൾ പുറത്തേക്ക് ഇറങ്ങി പതുക്കെ നമുക്ക് ഓൾഡ് ടൗണിന്റെ അങ്ങോട്ട് നടക്കാമെന്ന് വിചാരിച്ചു. കാരണം ഓൾഡ് ടൗൺ എന്ന് പറയുമ്പോൾ അവിടെയാണ് ഈ ബാക്കുവിന്റെ മെയിൻ ആക്ടിവിറ്റി അല്ല. ടൂറിസ്റ്റുകളുടെ ഒരു മെയിൻ സെന്റർ എന്ന് പറഞ്ഞാൽ ഓൾഡ് സിറ്റിയാണ്. ഓൾഡ് ടൗണിന്റെ അവിടെ പക്ഷേ ഹോട്ടലുകളെല്ലാം ഭയങ്കര എക്സ്പെൻസീവ് ആണ്. അതുകൊണ്ടാണ് നമ്മൾ ഈ ഹോട്ടൽ എടുത്തത്. ഇതൊരു 3 കിലോമീറ്ററോളം മാറിയാണ് ഓൾഡ് സിറ്റിയുടെ ഏരിയയിൽ. പക്ഷെ കുഴപ്പമില്ല, കാരണം ഇവിടുന്ന് മറ്റേ AC ബസ് ഉള്ളതുകൊണ്ട് ജസ്റ്റ് 10 മിനിറ്റ് വെയിറ്റ് ചെയ്താൽ ബസ് കിട്ടും. അങ്ങോട്ട് ഇറങ്ങുകയൊക്കെ ചെയ്യാം. അങ്ങോട്ട് ഏതായാലും ആദ്യത്തെ ദിവസമല്ലേ, അതൊക്കെ ലൊക്കാലിറ്റിയൊക്കെ ഒന്ന് പരിചയപ്പെടാമെന്ന് വിചാരിച്ചെങ്കിൽ നമ്മൾ നടക്കാൻ തുടങ്ങി. കാഴ്ചകളൊക്കെ ഉണ്ട്. ഒരു സൂപ്പർ മാർക്കറ്റിലൊക്കെ കയറി അവിടുത്തെ ഫുഡും കാര്യങ്ങളും. ഇഷ്ടംപോലെ ലിക്കറുണ്ട് അസർബൈജാനിലും. ഈ പറഞ്ഞ പോലെ 97% മുസ്ലിങ്ങളുള്ള കൺട്രി ആണെങ്കിലും ഒരു എന്താ പറയാ, ഒരു സെക്കുലർ റിപ്പബ്ലിക് ആണെന്നാണ് അവർ അവകാശപ്പെടുന്നത്. കാര്യം കുറച്ചൊരു ഏകാധിപത്യമൊക്കെ ആണെങ്കിലും ഗവൺമെന്റ് പഴയ ഒരു സോവിയറ്റ് യൂണിയൻ ഇൻഫ്ലുവൻസ് ഒക്കെ ഉള്ളതുകൊണ്ട് അങ്ങനെ ഒരു മതാധിപത്യമൊന്നുമില്ല. മുസ്ലിങ്ങളാണെങ്കിലും എല്ലാം ടിപ്പിക്കൽ ഒരു ഇസ്ലാമിക് രാജ്യത്തിൻ്റെതായ ഒരു പ്രതീതിയില്ല. എല്ലായിടത്തും തന്നെ പബ്ബുകളും ബാറുകളും സൂപ്പർ മാർക്കറ്റിലെല്ലാം കിട്ടും. ഒരു നാണയത്തിന്റെ 2 വശങ്ങൾ എന്ന് പറയുന്ന പോലെ 10-80 കൊല്ലം സോവിയറ്റ് യൂണിയന്റെ കീഴിലായതുകൊണ്ട് ആൾക്കാർ കുറച്ചുകൂടെ എന്താ പറയാ, ആ ഒരു സെക്കുലർ കാഴ്ചപ്പാടുള്ള ആൾക്കാരാണ്. ഇപ്പോഴത്തെ യങ് ജനറേഷൻ ആണെങ്കിലും അങ്ങനെ ഒരു നമ്മുടെ നാട്ടിലൊക്കെ കാണുന്ന പോലെ പാരമ്പര്യത്തിലേക്കും ആചാരങ്ങളിലേക്കും മടങ്ങിപ്പോകാനുള്ള ഒരു വ്യഗ്രതയൊന്നും കാണുന്നില്ല. മോഡേൺ സ്റ്റൈൽ ഓഫ് ഡ്രസ്സിങ്ങും കാര്യങ്ങളൊക്കെ തന്നെയാണ്. ലേഡീസ് ആണെങ്കിലും അങ്ങനെ ഒരു ഈ പറയുന്ന പോലെ ഹിജാബോ അല്ലെങ്കിൽ ബുർക്ക അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വളരെ റെയറായിട്ടേ കാണാവുള്ളൂ. സാധാരണ ഒരു ഇസ്ലാമിക രാജ്യത്തെ ഒരു കൾച്ചറല്ല, ഒരു ടിപ്പിക്കൽ ഒരു മോഡേൺ കൾച്ചറായിട്ടാണ് അവിടെ തോന്നിയത്. അപ്പോൾ നമ്മൾ വൈകുന്നേരം നടന്ന് അങ്ങനെ ഒരു 3 കിലോമീറ്റർ നടന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ ഓൾഡ് ടൗണിന്റെ ഏരിയയിലേക്ക് എത്തി. ഓൾഡ് ടൗൺ എന്ന് പറയുമ്പോഴത്തേക്കും അവിടെയാണ് മെയിനായിട്ടുള്ള ടൂറിസ്റ്റ് അട്രാക്ഷൻ എല്ലാം ഉള്ളത്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും ഇപ്പം സമ്മറാണ് ഇവിടുത്തെ. ഓഗസ്റ്റ് മാസം എന്ന് പറയുമ്പോൾ സമ്മറാണ്. പക്ഷെ രാത്രി ഒരു 8 മണി 8:30 ആകുമ്പോഴേ ഉള്ളൂ ശരിക്കും സന്ധ്യയാവുള്ളൂ. അതുകൊണ്ട് രാവിലെ 5-5:30 ആകുമ്പോൾ സൂര്യൻ ഉദിക്കുകയും ചെയ്യും. അതുകൊണ്ട് നല്ലൊരു നീണ്ട പകലാണ്. ഓൾമോസ്റ്റ് ഒരു 15 മണിക്കൂർ സൺലൈറ്റ് കിട്ടും. അപ്പോൾ ടൂറിസം എന്ന് പറയുമ്പോഴത്തേക്ക് സമ്മറിലാവുകൊണ്ട് നല്ലതാണ്, നമുക്ക് കൂടുതൽ കാഴ്ച കാണാനൊക്കെ സമയമുണ്ട്. പക്ഷെ പകല പോകേണ്ട അതിൻ്റെതായ ചൂട് കാണും. വിന്ററിലാണെങ്കിൽ നല്ല ഉഗ്രം തണുപ്പുമായിരിക്കും. പിന്നെ റോഡിലൊന്നും പൊടിയൊന്നുമില്ല. ടിപ്പിക്കൽ നമ്മൾ ചൈനയിലൊക്കെ കാണുന്ന പോലെ രാവിലെയും വൈകുന്നേരവും വലിയ ടാങ്കർ ലോറി വന്ന് വെള്ളം ചീറ്റിച്ച് റോഡൊക്കെ നല്ല കഴുകി കുട്ടപ്പനാക്കിയിടും. അതുകൊണ്ട് നടക്കാനും നല്ല സൗകര്യമാണ്. പൊടിയില്ല, വണ്ടിയിലൊന്നും അങ്ങനെ വലിയ പൊല്യൂഷൻ്റെ ഒരു പ്രശ്നം തോന്നുന്നില്ല. നീറ്റ് ആൻഡ് ക്ലീൻ ആണ്, കുഴപ്പമില്ല. എല്ലാം മോഡേൺ കാറുകളാണ്, ഇഷ്ടംപോലെ മോഡേൺ കാറുകളാണ്. പെട്രോൾ ഡോളറിൻ്റെ അതിപ്രസരം. 2 വീലറൊക്കെ തീരെ കുറവാണ്. വല്ലോ ഈ ഫുഡ് ഡെലിവറി അങ്ങനത്തെ ടൈപ്പുകളൊക്കെ 2 വീലർ കാണുന്നുള്ളൂ. ബാക്കി എല്ലാവരും തന്നെ 4 വീലറാണ്. ബിൽഡിങ്ങുകളൊക്കെ ആണെങ്കിലും നല്ല മോഡേൺ ബിൽഡിങ്ങുകൾ ധാരാളമുണ്ട്. പഴയ ആർക്കിടെക്ചർ ഉള്ളത് കൂടുതലും ഈ ഓൾഡ് സിറ്റിക്കകത്താണ്. ബാക്കി പുറത്തെല്ലാം നല്ല ഡെവലപ്മെന്റ് ആണ്. പിന്നെ ഒരു പ്രത്യേകത, ഇതുപോലെ ഇഷ്ടംപോലെ പ്രതിമകൾ സ്ഥാപിച്ചിട്ടുണ്ട്. സ്റ്റാച്യൂസ് എഴുത്തുകാരുടെയും ഫിലോസഫേഴ്സിന്റെയും പിന്നെ ഇവരുടെ അസർബൈജാന്റെ സ്ഥാപകര്, ആദ്യത്തെ പ്രസിഡന്റ്, അങ്ങനെ കുറെ ആൾക്കാരുടെ പ്രതിമകൾ അവിടെ ഇവിടെയൊക്കെ കാണാം. എനിവേ, ഇതാണ് നമ്മളുടെ ഒരു ഫൗണ്ടൻ സ്ക്വയർ എന്നൊക്കെ പറഞ്ഞ അവിടുത്തെ ഒരു ഫൗണ്ടൻസ് ഒക്കെ ഉള്ള ഏരിയ. ഇതൊക്കെ രാത്രി ആയി കഴിഞ്ഞാലേ ഉള്ളൂ രസം. ഈ ലൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ വരുള്ളൂ. ഏതായാലും നമുക്ക് സമയമുണ്ട്. അടുത്ത 2-3 ദിവസം ഈവനിങ് ഇതിലൊക്കെ തന്നെയാണ് വരേണ്ടത്. അതുകൊണ്ട് ഇതിന്റെ രാത്രി കാഴ്ചകളൊക്കെ നാളെ കഴിഞ്ഞ് കാണിക്കാം. അപ്പോൾ നമ്മൾ ഓൾഡ് സിറ്റി അടുക്കാറായി. ഓൾഡ് സിറ്റിയുടെ അടുക്കാറായപ്പോഴത്തേക്ക് ധാരാളം വണ്ടികളും അങ്ങോട്ട് ടൂറിസ്റ്റുകളെ കൊണ്ടുവരുന്ന കാറുകളും ലോക്കലിന്റെ എല്ലാം കൂടെ ആയപ്പോഴത്തേക്ക് കുറച്ചൊരു കൺജഷൻ അവിടെ തോന്നി.
പിന്നെ ഒരു അണ്ടർ പാസ് ഉണ്ട്, നമുക്ക് ഒരു അണ്ടർ പാസ് കയറി കഴിഞ്ഞാൽ അപ്പുറത്ത് ഓൾഡ് സിറ്റിയുടെ അങ്ങോട്ട് പോവാം. അപ്പോൾ ഇത് നമ്മുടെ ഓൾഡ് സിറ്റിയുടെ ഒരു മെയിൻ ഒരു വാക്കിംഗ് സ്ട്രീറ്റ് ആണ്. വൈകുന്നേരം കഴിഞ്ഞാൽ ഭയങ്കര ആക്റ്റീവാണ്. വൈകിട്ടത്തെ ലൈറ്റൂടെ ഒക്കെ വന്നു കഴിഞ്ഞാൽ ഇവിടെ ആക്റ്റീവ് ആവുള്ളൂ. ഇനി ഒരു 3 ദിവസം കൂടി ഇവിടെ തന്നെ ആയതുകൊണ്ട് നൈറ്റ് കാഴ്ചകൾ കാണാൻ വീണ്ടും ഒരിക്കൽ കൂടി വരാം. അപ്പോൾ ആദ്യത്തെ ദിവസം ഓവറോൾ ഒരു ഫീല് കിട്ടുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. ജസ്റ്റ് അസർബൈജാന്റെ ഒരു ഫീല് കിട്ടാൻ വേണ്ടി ആൾക്കാർ നല്ല സിഗരറ്റ് വലിയാണ്. അമ്മമാര് ചെറുപ്പക്കാരാണേലും വലിയ പ്രായമുള്ളവരാണേലും ധാരാളം സ്മോക്കേഴ്സ് ഉണ്ട്. ചൈനയിലെ കാര്യം പറഞ്ഞാലും ഇവിടെ അങ്ങനെ സിഗരറ്റിന്റെ പാക്കറ്റിലൊക്കെ എല്ലാത്തിലൊന്നും മറ്റേ വാർണിംഗ്, പിക്ചോറിയൽ വാർണിംഗ് ഒന്നും ഇല്ല. എല്ലാം കണ്ടു കഴിഞ്ഞാൽ നല്ല സ്റ്റൈല് പാക്കറ്റുകളൊക്കെ സൂപ്പർ മാർക്കറ്റിൽ ഇരിക്കുന്നത്. അപ്പോൾ ഇതൊരു നല്ലൊരു സ്ട്രീറ്റ് ഏരിയ ആണ്, റീറ്റെയിൽ സ്ട്രീറ്റ് ആണ്. ധാരാളം ഇന്റർനാഷണൽ ബ്രാൻഡുകളും പിന്നെ ലോക്കൽ അസർബൈജാൻ ബ്രാൻഡുകളും ഒക്കെ ഉണ്ട്. കൂടാതെ നല്ല പല ടൈപ്പ് ഫുഡുകൾ, റെസ്റ്റോറൻറ്റുകൾ എല്ലാം ഉണ്ട്. നല്ലൊരു ആക്റ്റീവായിട്ട് വൈബുള്ള സ്ഥലമാണ്. അപ്പോൾ നാളെ കഴിഞ്ഞ് നമുക്ക് രാത്രിയായിട്ട് ഇവിടെ വരണം. എന്നാലേ അതിൻ്റെ ഒരു ഫുൾ ഫ്ലെഡ്ജ് ഒരു ഫോം കിട്ടുള്ളൂ. ഇപ്പോൾ തന്നെ ഇപ്പോൾ മണി ഒരു 6:30-7 മണിയായെന്ന് തോന്നുന്നു. അതൊക്കെ ആൾക്കാരൊക്കെ പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട്. റെസ്റ്റോറൻറ്റും കാര്യങ്ങളും എല്ലാം ഉണ്ട്. ഈ അസർബൈജാൻ ഒരു ടർക്കി കൺട്രിയാണ്. ടർക്കി കൺട്രി എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു ടർക്കിയുടെ ഇൻഫ്ലുവൻസ് കൂടുതലാണ്. അത് കൾച്ചർ ആണെങ്കിലും ലാംഗ്വേജ് ഒക്കെ ആണെങ്കിലും അവരുടെ ഭാഷ അസർബൈജാനിയൊക്കെ കുറച്ചൊരു ടർക്കി ഇൻഫ്ലുവൻസ് ഉള്ള ഒരു സാധനമാണ്. അസർബൈജാന് അതിർത്തി എന്ന് പറയുമ്പോഴത്തേക്കും കിഴക്ക് ഭാഗത്തായിട്ടാണ് ഇതിന്റെ കാസ്പിയൻ സീ കിടക്കുന്നത്. പിന്നെ റഷ്യയുടെ ഒരു റിപ്പബ്ലിക് ഉണ്ട്, ഡാജിസ്ഥാൻ എന്ന് പറഞ്ഞ്. റഷ്യയുടെ ഡയറക്റ്റ് കണക്ഷൻ അല്ല, സെപ്പറേറ്റ് ആയിട്ട് ഈ കാസ്പിയൻ സീയുടെ ഒരു റഷ്യയുടെ ഒരു ബേസോ അങ്ങനെ എന്താ തോന്നുന്നു. നോർത്ത് സൈഡിൽ നോക്കുമ്പോൾ അസർബൈജാനാണ്, രാജസ്ഥാനാണ് അവരുടെ ഒരു ബോർഡർ. പിന്നെ ജോർജിയ നോർത്ത് വെസ്റ്റായിട്ട് കിടപ്പുണ്ട്. അർമേനിയയും ടർക്കിയാണ് വെസ്റ്റിൽ കിടക്കുന്നത്. പിന്നെ ഉള്ളത് ഇറാനുണ്ട്. ഇറാൻ സൗത്തിലേക്ക്, അവരുടെ സൗത്ത് സൈഡാണ് ഇറാൻ കിടക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് അസർബൈജാന്റെ ഒരു ചെറിയ ജോഗ്രഫിക്കൽ ബൗണ്ടറിയെ പറ്റിയുള്ള ഡീറ്റെയിൽസ്. ഇതൊക്കെയാണ് ആദ്യത്തെ ദിവസത്തെ അസർബൈജാൻ ബാക്കു വിശേഷങ്ങൾ. അസർബൈജാനിലെ ബാക്കു നഗരത്തിന്റെ കാഴ്ചകൾ. നാളെ നമ്മളൊരു ഡേ ട്രിപ്പ് ബുക്ക് ചെയ്തേക്കാണ്. രാവിലെ 9-ന് പോയി കഴിഞ്ഞാൽ വൈകിട്ട് ഒരു 7-8 മണിക്ക് തിരിച്ചു വരുന്ന രീതിയിലുള്ള ഒരു ഡേ ട്രിപ്പാണ്. അപ്പം അതിനകത്ത് കുറച്ച് ഔട്ട്സ്കേർട്സ്, ബാക്കു സിറ്റി കഴിഞ്ഞ ഔട്ട്സ്കേർട്സിലുള്ള ചില കാഴ്ചകൾ കാണാമെന്നുള്ള ഒരു ധാരണയിലാണ്. ഏതാണ്ട് 200-250 കിലോമീറ്റർ ട്രാവലുണ്ട്. തിരിച്ച് നമ്മൾ നടന്നു പോണ വഴിക്ക് ഡിന്നറൊക്കെ കഴിച്ച് റൂമിലെത്തി. ഒരു 9 മണിയോടുകൂടി വൈൻഡപ്പ് ചെയ്തെല്ലാം ഉറങ്ങാൻ കിടന്നു. രാവിലെ എണീറ്റിനി ഡ്രാഫ്റ്റ് ബിയറാണ് ഒരു ഗ്ലാസ് ആയിട്ട് മേടിച്ചത്. തിരിച്ച് ഈ ഓൾഡ് സിറ്റി തന്നെയാണ് വരേണ്ടത്. കാരണം വാൻ ഇവിടുന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ അതിന്റെ വിശേഷങ്ങളും ബാക്കു സിറ്റിക്ക് പുറത്തുള്ള കാഴ്ചകളും ഒക്കെ ആയിട്ട് നമുക്ക് നാളെ അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം. അതുവരെ നന്ദി, നമസ്കാരം.